ഈ തെരഞ്ഞെടുപ്പിൽ LDFന് 3 സീറ്റ് കിട്ടിയാൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം ഞങ്ങൾ കാഴ്ചവെച്ചില്ലേ എന്ന് പറയാൻ കഴിയുന്ന ഒരു സെനാരിയോ ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ നിങ്ങൾ അത്രയും വലിയ വിജയമാണ് നേരിട്ടത്. ഇത്തവണ എല്ലാ എക്സിറ്റ് പോളുകളും നിങ്ങളുടെ വിജയം പ്രവചിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ UDFനെ സംബന്ധിച്ച ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ UDFനോട് തന്നെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തോടും കഴിഞ്ഞ തവണത്തെ സാഹചര്യത്തോടും കൂടി മത്സരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നാളെ രാത്രിയിലൊരു നറേറ്റീവ് നിങ്ങൾ 4 സീറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റും ജയിച്ചാലും കണ്ടോ LDF 4 സീറ്റ് പിടിച്ചില്ലേ എന്നുള്ളതായിരിക്കും. അല്ല, അത് അവരുടെ പ്രതീക്ഷയാണ്. അതുകൊണ്ടാണല്ലോ ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞത് 2 കിട്ടിയാലും ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം 1 ആയിരുന്നു, 2 കിട്ടിയാൽ ഞങ്ങളുടെ സീറ്റ് ഇരട്ടിയാക്കി എന്ന് പറയുന്നത്. അപ്പോൾ പരാജയം നേരത്തെ തന്നെ അംഗീകരിച്ചാണ്. പക്ഷേ 1 സീറ്റ് പോലും LDFന് ലഭിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ. കാരണം ഇവിടെ അത്രമാത്രം വലിയ ഒരു വികാരം പിണറായി വിജയനെതിരായിട്ട് നിൽക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെച്ചാൽ CPMന്റെ അനുകൂലികൾ, ഇടതുപക്ഷ അനുകൂലികൾ പിണറായി വിജയൻ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തീരുമാനം കൂടുതലും അത് കോൺഗ്രസിന് അനുകൂലമായിട്ടും UDFന് അനുകൂലമായിട്ടും ഉള്ള വോട്ടായി മാറും എന്നുള്ളതാണ്. അതല്ല മറിച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അത് UDFനല്ലാതെ അത് BJPയിലേക്ക് CPMന്റെ വോട്ട് പോയാൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ സിനാരിയോ എത്തുന്നുള്ളൂ. അപ്പോൾ രണ്ടാണെങ്കിലും UDFന്റെ ജയത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആലപ്പുഴയാണ് വളരെ ചെറിയൊരു വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടത്. ആ ആലപ്പുഴ ജയിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ CPMനെ സംബന്ധിച്ചോളം ഈ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായ രാഷ്ട്രീയ സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യം CPM BJPയോട് നിരന്തരമായി സന്ധി ചെയ്യുന്ന രാഷ്ട്രീയമാണ് കണ്ടത്. EP ജയരാജന്റെ പ്രകാശ് ജാവ്ദേക്കറുള്ള കൂടിക്കാഴ്ചയിൽ തുടങ്ങുന്നതല്ല. അതിനു മുമ്പ് BJPയുടെ സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞു തുടങ്ങി EP ജയരാജൻ തുടങ്ങി വെച്ച ഞങ്ങൾ BJPയോട് ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു എന്താ പറയുക ഒരു വിചാരം നൽകുന്ന പ്രസ്താവനകൾ. അപ്പം അവിടെ നിന്ന് CPMും BJPയും തമ്മിലൊരു സന്ധി ഉണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ ഏറ്റവും വലിയ ഉറപ്പായിരുന്നു ജയരാജനും പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച. അപ്പം ഇതിനെതിരെ ഒരു വലിയ വികാരം ഇടതുമുന്നണിയുടെ അടിത്തട്ടിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം 41% പറയുന്നു. വലിയ രീതിയിൽ നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജിന് മാറ്റം വരുമ്പോഴും 41%ത്തിലേക്ക് UDFന് വോട്ട് ലഭിക്കും എന്നുള്ള ഒരു കണക്ക് വരുന്നത് അവിടെ നിന്നാണ്. കാരണം CPMൽ നിന്ന് കുറേയധികം വോട്ടുകൾ അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് മാറുന്നുണ്ട്. പിന്നെ BJP ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും ആ വോട്ടുകൾ കോൺഗ്രസ് ജയിക്കണമെന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി ആ ഇടതുപക്ഷ അനുകൂലികൾ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യും. അതുകൊണ്ട് CPMന് കിട്ടാൻ പോകുന്നത് 0-ആണ്, ഒരു സംശയവും വേണ്ട. LDFന് കിട്ടാൻ പോകുന്നത് 0-ആണ് എന്നുള്ളതാണ് പറയുന്നില്ല. എനിക്ക് രാജു പി നായരോട് ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ താങ്കൾ ഈ കാര്യം ഇപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങിയപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു കാര്യം, പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള വലിയ ഒരു ജനവികാരം, അതിനാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഒരു കാര്യം. അത് ഉണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ. പക്ഷേ കഴിഞ്ഞ തവണയും ഇതേ പിണറായി സർക്കാർ ഉണ്ടായിരുന്നു, അന്ന് എതിർവികാരം ഉണ്ടായി എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അന്നും എതിർവികാരം ഉണ്ടായിട്ടുണ്ടാകണം. പക്ഷേ അന്ന് ഇതിനപ്പുറത്തുള്ള ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ശബരിമല പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവോടുകൂടി ഉണ്ടായ ഒരു അമിതമായ താല്പര്യം, ഒരു അമിത ആവേശം, ഈ 2 ഘടകങ്ങളും ആ ഒരു അർത്ഥത്തിൽ ഇന്നില്ല. അത് ഈ ഒരു കാര്യങ്ങളെ തുലനം ചെയ്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ 1-2 സീറ്റ് LDFന് അധികം നേടാനുള്ള ഒരു സാഹചര്യം ഇല്ലേ? അതിനെ എങ്ങനെ നമ്മൾ ഇല്ല എന്ന് പറയാൻ പറ്റും? ഞാൻ അതിനകത്ത് ഒരു കാര്യം പറയാം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു ഘടകമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന നേതാക്കന്മാർ കോൺഗ്രസിനകത്ത് പോലും ഉണ്ട്. പക്ഷെ വ്യക്തിപരമായി അത് ശബരിമല ഒരു ഘടകമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ ശബരിമല ഒരു ഘടകമായിരുന്നെങ്കിൽ 6 മാസത്തിനുള്ളിൽ നടന്ന 5 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കണമായിരുന്നു. കാരണം പിണറായി വിജയന്റെ ശബരിമലയിലെ നിലപാടിനെ നേരിട്ട് ശിക്ഷിക്കാൻ കഴിയുന്ന ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അത് 6 മാസത്തിനുള്ളിൽ വന്നതാണ്. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അത് ശബരിമലയുടെ ഒരു ഘടകമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ ചില ഇതിലിപ്പോൾ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിച്ചപ്പോൾ ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം എന്നുള്ളതിനപ്പുറം കേരളത്തിൽ മുഴുവല്ല. കേരളത്തിലുണ്ടായിരുന്നത് സെക്യുലറായി ചിന്തിക്കുന്നവർ, BJPയെ പരാജയപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്നവർ, കേന്ദ്രത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടണമെന്നുള്ള ഒരു സംഘപരിവാർ വിരുദ്ധ കേരളത്തിന്റെ മനസ്സ്, ആ മനസ്സ് മുഴുവൻ കോൺഗ്രസിലേക്കും UDFിലേക്കും എത്തിയെന്നുള്ളത്. അത് UDFിന്റെയും കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ മാത്രമല്ല,
CPM-ന്റെ വോട്ടുകൾ പോലെയുണ്ട്. നമുക്കറിയാലോ, ആലത്തൂർ രമ്യ ഹരിദാസിന്റെ മണ്ഡലത്തിൽ ഒരു ബൂത്തിൽ CPM-ന്റെ ഏജന്റിന്റെ വോട്ട് പോലും CPM-ന് കിട്ടിയില്ല. അത് രമ്യ ഹരിദാസിനാണ് കിട്ടിയത്. അപ്പോൾ അത്തരത്തിൽ CPM പോലും കോൺഗ്രസ് ജയിക്കണം എന്നുള്ള CPM-ന്റെ അണികളിൽ ഒരു ഏകീകരണം, അതുപോലെ തന്നെ ന്യൂനപക്ഷ ഏകീകരണം മുഴുവൻ കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു. അതേ ഘടകങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതേ ഘടകം നിലനിൽക്കുന്നതിൻ്റെ ഒപ്പം പിണറായി വിജയനെതിരായിട്ടുള്ള രണ്ടാം പിണറായി വിജയന്റെ സർക്കാർ, ഈ തുടർച്ച, രണ്ടാം ഭരണ തുടർച്ച ഞങ്ങളുടെ പാർട്ടിയെ ഇല്ലാതെയാക്കുന്നു എന്നുള്ളൊരു വലിയ വികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികളിലുണ്ട്. ഞങ്ങളോടൊക്കെ വളരെ വ്യക്തമായിട്ട് ഓപ്പണായിട്ട് അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോലും പറയുന്നുണ്ട്, ഇത് ഇത്തരത്തിൽ പോയാൽ ഈ പ്രസ്ഥാനം ഇല്ലാതെയാവും, ബംഗാളിലുള്ള അവസ്ഥയാവും എന്ന് പറയുന്നവരുണ്ട്. അവർക്കൊരു ചോയ്സ് കോൺഗ്രസ് ആണോ അതോ BJP ആയിരുന്നോ എന്നുള്ളത് നമുക്ക് നാളെ വൈകുന്നേരം ചർച്ച ചെയ്യാം.